എല്ലാ കൂട്ടുകാർക്കും ഇൻഷുറൻസ് പ്രൊഫസറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സമ്പൂർണ്ണ സുരക്ഷാ പോളിസി എങ്ങനെ പോർട്ടൽ വഴി ചെയ്യാം എന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമ്മുടെ പോർട്ടൽ ഓപ്പൺ ചെയ്ത് വന്നതിന് ശേഷം ഇവിടെ ലെഫ്റ്റ് സൈഡ് പോളിസി ട്രാൻസാക്ഷൻ എന്നത് കാണാം. അതിന് താഴെയായിട്ട് മേക്ക് ന്യൂ പോളിസി എന്നതിൽ ക്ലിക്ക് ചെയ്യുക. മേക്ക് ന്യൂ പോളിസി എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെലക്ട് LOB എന്നത് കാണാം. ഇവിടെ ഡീഫാൾട്ടായിട്ട് ഫസ്റ്റ് ഉണ്ടായിരുന്ന ഓപ്ഷനാണ് ഫയർ ഉണ്ടാവുക. അത് ഏറ്റവും താഴെയായിട്ട് പേഴ്സണൽ ആക്സിഡൻറ്റ് എന്നത് സെലക്ട് ചെയ്യുക. നമ്മുടെ സമ്പൂർണ്ണ സുരക്ഷാ പോളിസി പേഴ്സണൽ ആക്സിഡൻറ്റ് പോളിസി ആണ്, അതുകൊണ്ടാണ് ആ LOB സെലക്ട് ചെയ്യുന്നത്. അതിൽ പേഴ്സണൽ ആക്സിഡൻറ്റ് സെലക്ട് ചെയ്യുക. അതിന് താഴെയായിട്ട് സെലക്ട് പ്രോഡക്റ്റ് എന്നത് ക്ലിക്ക് ചെയ്താൽ സമ്പൂർണ്ണ സുരക്ഷാ ബീമ പോളിസി എന്നത് കാണാം. അവിടെ തൊട്ട് താഴത്ത് റിന്യൂവൽ കാണാം. അത് നമ്മുടെ തന്നെ റിന്യൂവൽ ആണെങ്കിൽ മാത്രമേ ഇതിലൂടെ കയറാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ പുതുതായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സമ്പൂർണ്ണ സുരക്ഷാ ബീമ പോളിസി എന്നത് സെലക്ട് ചെയ്യുക. എന്നിട്ട് സബ്മിറ്റ് എന്ന് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ സമ്പൂർണ്ണ സുരക്ഷാ പോളിസിയുടെ ചെയ്യുന്ന പേജിലേക്കായിട്ട് കയറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ ചെയ്യാം എന്നതാണ് ഇവിടെ മുതലാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഈ സ്പെഷ്യൽ ഡ്രൈവ് എന്നൊരു ചോദ്യമുണ്ട്. ഇത് സ്പെഷ്യൽ ഡ്രൈവ് ആണോ എന്നാണ്. നിലവിൽ ഇത് സ്പെഷ്യൽ ഡ്രൈവ് പോളിസി അല്ല, നോർമൽ പോളിസി ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സ്പെഷ്യൽ ഡ്രൈവ് ആയിട്ട് കമ്പനി ചില സമയങ്ങളിൽ ഇറക്കാറുണ്ട്. അപ്പോൾ മാത്രമാണ് ഈ ഒരു ടിക്ക് മാർക്ക് ഇട്ട് കൊടുക്കേണ്ടതുള്ളൂ. അല്ലാത്തപ്പോൾ നോർമൽ പോളിസി ആയിട്ട് തന്നെ കൊടുക്കുക. എന്നിട്ട് ഇവിടെ പോളിസി ടേം എന്നത് കാണാം. അതിന് നേരെയായിട്ട് ഇവിടെ 1 എന്നാണ് കാണുന്നത്. അത് എത്ര വർഷത്തേക്കാണ് വേണ്ടത് എന്നാണ്. ഈ സമ്പൂർണ്ണ സുരക്ഷാ പോളിസി 5 വർഷം വരെ ആയിട്ട് നമുക്ക് കൊടുക്കാം. ഒരു ബണ്ടിൽഡ് പോളിസി, 2 വീലറിൻ്റെ ബണ്ടിൽഡ് പോളിസി പോലെ 5 വർഷത്തേക്കും കൊടുക്കാം, 1 ഇയർ കൊടുക്കാം, ഒക്കെ കൊടുക്കാം. അത് പാർട്ടിയുടെ ആവശ്യം അനുസരിച്ച് വേണമെങ്കിൽ കൊടുക്കാം. 5 വർഷത്തേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ടും നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലം ഒരു ഡമ്മി രൂപത്തിൽ ചെയ്യുന്നത് കൊണ്ട് 1 ഇയറാണ് സെലക്ട് ചെയ്യുന്നത്. ഈ കസ്റ്റമർക്ക് നിലവിൽ വറ്റി ഇൻഷുറൻസ് ഉണ്ടോ എന്നാണ് യുണൈറ്റഡ് ഇന്ത്യയിൽ. ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാം. യെസ് എന്ന് കൊടുത്താൽ ആ പോളിസി നമ്പറുകളാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇല്ല, ഇപ്പോൾ നിലവിൽ ഈ ഒരു ഇതിന് മറ്റു പോളിസികൾ ഇല്ലാത്തതിനാൽ നോ എന്നാണ് കൊടുക്കുന്നത്. പിന്നെ നിലവിലുള്ള കസ്റ്റമർക്ക് മന്ത്ലി ഇൻകം എത്രയാണ് എന്നതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു കസ്റ്റമർക്ക് നമ്മളിപ്പോൾ തൽക്കാലം 23,000 ആണ് ഇൻകമായിട്ട് കൊടുക്കുന്നത്. ഓരോരുത്തരെ ഇൻകം അനുസരിച്ച് മാറ്റി കൊടുക്കാവുന്നതാണ് കേട്ടോ. നമ്മളിപ്പോൾ 23,000 ആണ് ഇൻകം കൊടുത്തിട്ടുള്ളത്. ഇനി തൊട്ട് താഴെയായിട്ട് ഇൻഷുർഡ് ഇൻഫർമേഷൻ എന്നത് കാണാം. അതിന് താഴെയായിട്ട് സെൽഫ് എന്ന് വന്നിട്ടുണ്ട്. പിന്നെ അടുത്തതാണ് ഡേറ്റ് ഓഫ് ബർത്ത്. ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രപ്പോസറുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് ഇവിടെ കൊടുക്കുക. നമ്മളിപ്പോൾ ഒരു തൽക്കാലം ഒരു ഡമ്മി രൂപത്തിലാണ് ഇവിടെ ചെയ്ത് കാണിച്ചു തരുന്നത്. പോളിസി പ്രീമിയം കളക്ഷൻ എടുക്കുന്നില്ല. അതുവരെ അതിന് തൊട്ട് മുമ്പ് വരെയാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ 1/1/1990 എന്നത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പ്രപ്പോസർക്ക് നിലവിൽ എന്തെങ്കിലും തരത്തിൽ ഡിസബിലിറ്റി ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നോട്ട് അപ്ലിക്കബിൾ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഈ 2 സെലക്ട് ചെയ്യുക. നിലവിൽ നോട്ട് അപ്ലിക്കബിൾ എന്നത് സെലക്ട് ചെയ്യുന്നുണ്ട്. അതിന് നേരെയായിട്ട് ഡിപ്പെൻഡൻസി ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇൻഡിപെൻഡൻ്റ് ആണ്. ഈ വ്യക്തി മാരീഡ് ആണോ, സിംഗിൾ ആണോ, അതോ വിഡോ ഓർ ഡിവോഴ്സ്ഡ്, ഈ 4 ഏതാണ് ഓപ്ഷൻ എന്നാണ് ചോദിക്കുന്നത്. നിലവിൽ ഈ ഒരു വ്യക്തിയെ നമ്മൾ സിംഗിൾ കാറ്റഗറിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഓക്യുപ്പേഷൻ ചോദിക്കുന്നുണ്ട്. അവരുടെ ജോലി ഏത് മേഖലയിലാണ് വർക്ക് ചെയ്യുന്നതാണ്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ കറക്റ്റ് ഏതാണോ ജോലി എന്നുള്ളത് കറക്റ്റ് രീതിയിൽ തന്നെ കൊടുക്കുക. ഞാൻ അപ്പോൾ തൽക്കാലം അതേഴ്സിൽ റിസ്ക് കാറ്റഗറി 2 എന്നതിലാണ് കൊടുക്കുന്നത്. റിസ്ക് കാറ്റഗറി എന്ന് പറഞ്ഞാൽ 3 തരം റിസ്ക് കാറ്റഗറി ഉണ്ട്. ഓരോരുത്തർ ജോബിനനുസരിച്ചാണ്. അപ്പോൾ അതിനനുസരിച്ച് ചെറിയ പ്രീമിയത്തിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. റിസ്ക് 1-നാണെങ്കിൽ ചെറിയ പ്രീമിയമാണ്. റിസ്ക് 2-ൽ ചെറിയ ഒരു മീഡിയം പ്രീമിയവും, റിസ്ക് 3-ൽ ഹൈ റിസ്ക് ജോബുകളാണ്. അപ്പോൾ ഓരോ ഇത് തന്നെ ഇവിടെ കാണിക്കുന്നുണ്ട് ഏതൊക്കെയാണ് ഹൈ റിസ്ക് ജോബുകൾ എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് കസ്റ്റമറുടെ നോക്കിയിട്ട് കൃത്യമായിട്ട് സെലക്ട് ചെയ്യാം. ഇതിപ്പോൾ ഒരു ആക്ടർ എന്നാണെങ്കിൽ റിസ്ക് 2 ആണ്. സെയിൽസ്മാൻ എന്നുള്ള ഓഫീസ് തന്നെ ആയതുകൊണ്ട് റിസ്ക് 1 ആയിരിക്കും. പിന്നെ ഡ്രൈവർക്ക്, കൊമേഴ്ഷ്യൽ ഡ്രൈവർ ഉണ്ട്. കൊമേഴ്ഷ്യൽ ഡ്രൈവറൊക്കെ റിസ്ക് കാറ്റഗറി 3-ലേക്കാണ് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഡമ്മി രൂപത്തിൽ റിസ്ക് കാറ്റഗറി 2 എന്നതിലാണ് വരുന്നത്. പ്രീമിയം വ്യത്യാസം എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് കുറച്ച് കഴിഞ്ഞ് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇപ്പോൾ ഒരു ഡമ്മി രൂപത്തിലായുണ്ട്.
അതേഴ്സ് റിസ്ക് കാറ്റഗറി 2ലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സം ഇൻഷുർഡ് ഇവിടെ ശ്രദ്ധിച്ചാൽ നമ്മളിവിടെ മന്ത്ലി ഇൻകം കൊടുത്തിട്ടുണ്ട്. ഈ മന്ത്ലി ഇൻകത്തിൻ്റെ 24 ടൈംസ് ആണ് എത്രയാണോ വരുന്നത് അതുവരെ മാത്രമേ നമുക്ക് ഈ ഇവിടെ സം ഇൻഷുർഡ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ കാൽക്കുലേറ്റർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 23,000 ഇൻറ്റു 24 എന്ന് കൊടുത്തതിന് 5,52,000 വരെ നമുക്ക് സം ഇൻഷുർഡ് കൊടുക്കാൻ പറ്റും ഈ ഒരു വ്യക്തിക്ക്. അതിൻ്റെ 24 വരെ അതിൽ കൂടുതൽ കൊടുക്കാൻ പറ്റില്ല. ഓരോരുത്തരെയും ഗെയിൻഫുൾ ഇൻകം മന്ത്ലി ഗെയിൻഫുൾ ഇൻകം എത്രയാണോ അതിനനുസരിച്ചാണ് സം ഇൻഷുർഡ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലം 5,50,000 കൊടുക്കാം. 52,000 വരെ എലിജിബിളാണ്. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്തുണ്ടാവും റിസ്ക് ടേബിൾ എന്നത്. ഈ ടേബിൾ ഇവിടെ ഒരു പ്ലസ് നിലയിൽ ക്ലിക്ക് ചെയ്യുക. ഒരു നീല ഐക്കണാണുള്ളത്. പ്ലസ് നിലയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ ഫസ്റ്റ് സ്റ്റേജിലേക്ക് എത്തി. ഇവിടെ ടേബിൾ 1, ടേബിൾ 2, ടേബിൾ 3, ടേബിൾ 4 ഈ 4 കാറ്റഗറി ഉണ്ട്. ഈ 4 കാറ്റഗറിയിൽ ഏതെങ്കിലും ഒന്നിലായിട്ട് അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്തും കൊടുക്കാം. നമ്മളിപ്പോൾ 5,52,000 എന്നാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ സം ഇൻഷുർഡ് സ്പ്ലിറ്റ് ചെയ്തും കൊടുക്കാം, അല്ലെങ്കിൽ എല്ലാതും ടേബിൾ 4ലും കൊടുക്കാം. ഏതൊക്കെ ടേബിൾ 4 എന്നത് നമ്മളിവിടെ പറയുന്നുണ്ട്. ടേബിൾ 1 എന്ന് പറഞ്ഞാൽ ആക്സിഡൻ്റൽ ഡെത്ത് മാത്രമാണ് ഉണ്ടാകുക. ടേബിൾ 2 എന്ന് പറഞ്ഞാൽ ആക്സിഡൻ്റൽ ഡെത്തിനോട് പ്ലസ് പെർമനൻ്റ് ടോട്ടൽ ഡിസബിൾമെൻറ്റും ഉണ്ടാവും. ടേബിൾ 3 എന്ന് പറഞ്ഞാൽ ഈ ടേബിൾ 1ഉം 2നോടും പ്ലസ് ഈ പെർമനൻ്റ് പാർഷ്യൽ ഡിസേബിൾമെൻറ്റും. ടേബിൾ 4 എന്ന് പറഞ്ഞാൽ ഈ മുകളിലുള്ള 3 ടേബിളിനോടും പ്ലസ് ടെമ്പററി ടോട്ടൽ ഡിസേബിൾമെൻറ്റ് TTT ഇതും അടക്കമാണ് ഉണ്ടാവുക. ഇതിന് ഓരോ കിട്ടുന്നത് TTT ആകുമ്പോൾ വീക്ക്ലി ടോട്ടൽ സം ഇൻഷുർഡിൻ്റെ 1% മാക്സിമം 104 ആഴ്ചയും പരമാവധി 50 ലക്ഷം രൂപ വരെ മാത്രമാണ് കൊടുക്കുകയുള്ളൂ. ഇത് നിലവിലുള്ള ഒരു കമ്പനിയുടെ കണ്ടീഷൻസാണ്. TTD ഒരുപാട് സം ഇൻഷുർഡിനനുസരിച്ച് കൊടുക്കാൻ പറ്റില്ല. അതായത് നിലവിലുള്ള സം ഇൻഷുർഡ് എത്രയാണോ ആ സം ഇൻഷുർഡിൻ്റെ 1% ആണ് TTT വരുന്നത്. പിന്നെ മാക്സിമം 104 ആഴ്ച വരെ മാത്രമേ വീക്ക്ലി കോമ്പൻസേഷൻ കൊടുക്കുകയുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ 5,50,000 ഉള്ളത് ഇതിൽ തന്നെ കൊടുക്കാം. അതും അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്തിട്ടും വേണമെങ്കിൽ കൊടുക്കാം. അപ്പം പ്രീമിയവും അതിനനുസരിച്ച് കുറയും. 1 lakh ഇവിടെ 1 lakh ഇവിടെയും 1 lakh ഇവിടെ 2,50,000 3 4 5,50,000 എന്ന് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇവിടെയും ഒഴിവാക്കിയിട്ട് നമുക്ക് ഇവിടെയും കൊടുക്കാം. ഇങ്ങനെയും പലതരത്തിൽ ആ കസ്റ്റമർ എങ്ങനെയാണോ ആവശ്യപ്പെടുന്നത് അവരനുസരിച്ച് നമ്മൾക്ക് പോളിസി സം ഇൻഷുർഡ് കൊടുക്കുന്നത് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ ഇവിടെ മുഴുവനും 5,50,000 എന്നതിൽ ടേബിൾ 4ൽ തന്നെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ടേബിൾ 1ഉം 2ഉം 3ലും കാണിക്കുന്നില്ല. പിന്നെ ഈ 3 ഓപ്ഷൻസ്, അതായത് ഈ 4 ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒന്ന് അല്ലെങ്കിൽ 4 ഓപ്ഷൻസും സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ ഏതെങ്കിലും ടേബിൾ 4ൽ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇൻബിൽഡായിട്ട് 8 അഡീഷണൽ കവറേജസ് ഇതിൻ്റെ കൂടെ തന്നെ വരും. ഇതിന് അഡീഷണൽ പ്രീമിയം, ഈ 8 അഡീഷണൽ കവറേജിന് അഡീഷണൽ പ്രീമിയം ആയിട്ട് വരില്ല, മറ്റേ ബേസിക് പ്രീമിയത്തിൻ്റെ കൂടെ തന്നെയാണ് വരിക. ഒന്ന് ട്രാൻസ്പോർട്ടേഷൻ ഓർ മോട്ടൽ റിമൈൻസ്, ഫ്യൂണറൽ എക്സ്പെൻസസ്, എമർജൻസി റോഡ് ആംബുലൻസ് ചാർജ്, എഡ്യൂക്കേഷൻ ഗ്രാൻഡ്, ഫാമിലി ട്രാൻസ്പോർട്ടേഷൻ, പർച്ചേസ് ഓഫ് ബ്ലഡ്, ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഓഫ് ഇമ്പോർട്ടഡ് മെഡിസിൻ, കോസ്റ്റ് ഓഫ് വീൽ ചെയർസ് എക്സെട്ര എന്നീ കാര്യങ്ങൾക്കൊക്കെയാണ് കവറേജസ് വരുന്നത്. ഇതിന് ഓരോ കണ്ടീഷൻസ് ഉണ്ട്. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് മോട്ടലിൽ നിന്ന് 1% ഓഫ് ആക്സിഡൻറ്റ് ഡെത്ത് സം ഇൻഷുർഡാണ്. അതായത് മാക്സിമം 25,000 രൂപയോ അല്ലെങ്കിൽ സം ഇൻഷുർഡിൻ്റെ 1% എത്രയാണോ വരുന്നത് അതുവരെയാണ് കൊടുക്കുന്നത്. ഓരോന്നിനും ഓരോ കണ്ടീഷൻസ് ഉണ്ട്. നമ്മളിപ്പോൾ പോളിസി ചെയ്യുന്നതായതുകൊണ്ട് അതുമായിട്ട് ആണ് കണക്ട് ചെയ്ത് പറയുന്നത്. അപ്പോൾ നിലവിൽ ഈ ഒരു ടേബിൾ 4ൽ 5,50,000 എന്നത് സം ഇൻഷുർഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ കസ്റ്റമർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻബിൽഡായിട്ട് വരുന്ന 8 കവറേജസ് ആണ് ഇവിടെ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഇനി അടുത്തത് നിലവിൽ ഇപ്പോൾ പോളിസിയിൽ ടേബിൾ 4ലാണ് ഈ 5,50,000 പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് അഡ്വേഴ്സ് മെഡിക്കൽ ഹിസ്റ്ററി എന്ന് ചോദിക്കുന്നുണ്ട്. നിലവിൽ എന്തെങ്കിലും തരത്തിലുള്ള മെഡിക്കൽ ഇത് ഉണ്ടോ എന്ന് ചോദ്യം. അപ്പോൾ ഉണ്ടെങ്കിൽ അതുമായിട്ട് വ്യക്തമായിട്ട് കാണിക്കുക, ഇല്ലെങ്കിൽ നണ്ണ് കൊടുക്കുക. പിന്നെ മറ്റ് ഏതെങ്കിലും പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് പോളിസി ഉണ്ടോ എന്നാണ്. തൽക്കാലം ഇല്ല എന്നാണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഉണ്ടെങ്കിൽ യെസ് എന്നല്ലേ കൊടുത്തിട്ട് ബാക്കി ഡീറ്റെയിൽസ് കൃത്യമായിട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് അഡീഷണലായിട്ട് ഓപ്ഷണൽ കവേഴ്സാണ് വരുന്നത്. 18 ഓപ്ഷണൽ കവേഴ്സ് ഇവിടെ വരുന്നുണ്ട്.
ഏതൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. ഒന്ന് ആക്സിഡൻ്റൽ ഇൻപേഷ്യൻ്റ് കവർ. ഇതൊക്കെ കസ്റ്റമറുടെ ആവശ്യമനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഏതൊക്കെയാണ് 18 കവേഴ്സ് എന്ന് പറഞ്ഞാൽ ബ്രോക്കൺ ബോൺസ്, ബേൺസ്, കോമ, ലോൺ സെക്യൂർ, EMI പ്രൊട്ടക്റ്റ്, എഡ്യൂക്കേഷൻ സെക്യൂരിറ്റി ബെനിഫിറ്റ്, മോഡിഫിക്കേഷൻ ഓഫ് റിനൈസസ് ഓഫ് ഓർ വെഹിക്കിൾ, ആക്സിഡൻ്റൽ മെഡിക്കൽ എക്സ്പെൻസസ്, ആക്സിഡൻ്റൽ ഇൻപേഷ്യൻ്റ് ഹോസ്പിറ്റലൈസേഷൻ, മാരേജ് എക്സ്പെൻസ് ഫോർ ചിൽഡ്രൻ, ഓർഫൺ സപ്പോർട്ട്, എൽഡർലി കെയർ, അഡ്വഞ്ചർ സ്പോർട്സ് ബെനിഫിറ്റ്, എമർജൻസി എയർ ആംബുലൻസ് ചാർജ്, ആക്സിഡൻ്റൽ ഹോസ്പിറ്റൽ ക്യാഷ്, ആക്സിഡൻ്റൽ കെയർ അറ്റ് ഹോം, ചൗഫർ പ്ലാൻ ബെനിഫിറ്റ്, പെറ്റ് കെയർ എന്നിങ്ങനെ 18 തരം ഓപ്ഷണൽ കവേഴ്സ് നമുക്കുണ്ട്. ഇതിൽ കസ്റ്റമറുടെ ആവശ്യമനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതിന് ഓരോ കണ്ടീഷൻസും ഉണ്ട് കേട്ടോ. സം ഇൻഷുർഡിൻ്റെ 20% അങ്ങനെയുള്ള പറഞ്ഞ ഓരോ ഇതുണ്ട്, ലിമിറ്റ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് എങ്ങനെ ചെയ്യാം എന്നതിൽ നമുക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ ഈ ഒരു സമ്പൂർണ്ണ സുരക്ഷയിൽ കസ്റ്റമർ പറയുകയാണ് നിലവിൽ ടേബിൾ 4 മാത്രം മതി എന്ന് പറഞ്ഞാൽ ഇത് മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടേക്കൊന്നും ഒക്കെ നോ കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ അഡീഷണലായിട്ട് എക്സ്ട്രാ കുറച്ച് കവർ, നോർമലി സമ്പൂർണ്ണ സുരക്ഷ എടുക്കുമ്പോൾ പ്രധാനപ്പെട്ട കുറച്ച് കവറേജുകൾ വേണ്ടതുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ്, അത് മാത്രമാണ് ഞാൻ ഇപ്പോൾ തൽക്കാലം കാണിച്ചു തരുന്നത്. ഒന്ന് ആക്സിഡൻ്റൽ ഇൻപേഷ്യൻ്റ് കവർ എന്നുള്ളത് സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് സം ഇൻഷുർഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആക്സിഡൻ്റൽ ഇൻപേഷ്യൻ്റ്, അതായത് സം ഇൻഷുർഡിൻ്റെ 10% വരെ മാത്രമാണ് നമുക്കിവിടെ കൊടുക്കാൻ സാധിക്കുന്നുള്ളൂ. എത്രയാണോ 5,50,000 നമ്മൾ സം ഇൻഷുർഡ് കൊടുത്തത്, അതിൻ്റെ 10%. ഞാനൊരു പ്രീമിയം കാൽക്കുലേറ്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. വേഗത തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും തരുന്നതാണ്. അപ്പോൾ ആ പ്രീമിയം കാൽക്കുലേറ്റർ പ്രകാരം നോക്കാം. ഇതിപ്പോൾ ടേബിൾ 4 നമ്മളിപ്പോൾ കൊടുത്തുള്ളത്. അത് 5,50,000 ആണ് കൊടുത്തുള്ളത്. 5,50,000 പ്രീമിയം വരുന്നത് 1,150 രൂപയാണ്. നമ്മൾ റിസ്ക് 1ൻ്റെ കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിസ്ക് 1നും 2നും അനുസരിച്ചൊക്കെ പ്രീമിയത്തിൽ മാറ്റം വരുന്നുണ്ട്. റിസ്ക് 1 എന്ന് എടുക്കുകയാണെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് 638. ഇതേ സം ഇൻഷുർഡ് വെച്ചിട്ട് റിസ്ക് 2 ആണെങ്കിൽ 1,150. ഇനി റിസ്ക് 3 ആണെങ്കിൽ 1,700 രൂപയാണ് പ്രീമിയം വരിക. അപ്പോൾ ഓരോരുത്തരും ജോലിക്കനുസരിച്ച് പ്രീമിയത്തിന് മാറ്റം വരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നോക്കുന്നത് റിസ്ക് 2 ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ആക്സിഡൻ്റൽ ഇൻപേഷ്യൻ്റ് കവർ, ആക്സിഡൻ്റൽ ഇൻപേഷ്യൻ്റ് കവറാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളുടെ റിസ്ക് 2 സെലക്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ 55,000 പരമാവധി നമുക്ക് കൊടുക്കാൻ പറ്റുക. 55,000 താഴെ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ് കേട്ടോ. പരമാവധി 10% നമ്മുടെ സർക്കുലർ പ്രകാരം മാക്സിമം 10% പിന്നെ സം ഇൻഷുർഡ് എത്രയാണോ അതിൻ്റെ 10%, മാക്സിമം 5 lakh വരെയാണ് നമുക്കിവിടെ കൊടുക്കാൻ സാധിക്കുന്നുള്ളൂ. അടുത്ത കവറേജാണ് ഈസ് ആക്സിഡൻ്റൽ ഹോസ്പിറ്റൽ ക്യാഷ് കവർ റിക്വയർഡ്. അതും നമ്മൾ യെസ് എന്ന് കൊടുക്കുന്നുണ്ട്. പെർ ഡേ എത്ര രൂപ വെച്ച് വേണമെന്നാണ്. 2,500, 5,000, 10,000. നമ്മളിപ്പോൾ 5,000 എന്നതാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ആക്സിഡൻ്റൽ മെഡിക്കൽ എക്സ്പെൻസ് കവർ ചെയ്യണമെന്നാണ്. അതും നമ്മൾ യെസ് എന്ന് കൊടുക്കുന്നുണ്ട്. അടുത്തത് ആക്സിഡൻ്റൽ ഹോം കെയർ അറ്റ് ഹോം, അതിനും നമ്മൾ എക്സ്ട്രാ ടിക്ക് മാർക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ പ്രധാനപ്പെട്ടതാണ് ബ്രോക്കൺ ബോൺ ഓർ ഫ്രാക്ചേഴ്സ്, അതിനും നമ്മൾ യെസ് എന്ന് കൊടുക്കുന്നുണ്ട്. ബ്രോക്കൺ ബോണിനും സം ഇൻഷുർഡ് നമ്മൾ മാനുവലി അടിച്ചു കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ബ്രോക്കൺ ബോണിൻ്റെ കണ്ടീഷൻ പ്രകാരം സം ഇൻഷുർഡിൻ്റെ 25% മാക്സിമം 20 lakh ആണ്. അപ്പോൾ 5,50,000 25% ബ്രോക്കൺ ബോൺ റിസ്ക് 2 1,37,500 രൂപയാണ് വരിക. നമ്മളിവിടെ 1,37,500 എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബേൺ കവർ, അതിനും യെസ് കൊടുക്കും. അതിനും സം ഇൻഷുർഡ് കാണിക്കുന്നുണ്ട്. സർക്കുലർ പ്രകാരം 25% ബേൺ കവറേജ് വരുന്നത്. അപ്പം ബേണിലതും റിസ്ക് 2 കൊടുക്കുന്നുണ്ട്. അതും 25 ഉണ്ട്. 1,37,500. 1,37,500. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കവറേജാണ് കോമ എന്നുള്ള ഒരു ഓപ്ഷൻ. അതിന് ചെറിയ പ്രീമിയമാണ് വരുന്നത്. അതിനും നമ്മൾ സം ഇൻഷുർഡ് മാനുവലി കൊടുക്കേണ്ടത്. കോമ എന്നുള്ള കവറേജിന് സം ഇൻഷുർഡിൻ്റെ 20% കൊടുക്കുക. മാക്സിമം 20 lakhs വരെ കൊടുക്കാൻ പറ്റും. സം ഇൻഷുർഡ് എത്രയാണോ അതിൻ്റെ 20%. അപ്പോൾ നമ്മൾ കോമ എന്നുള്ളതും സെലക്ട് ചെയ്യുന്നുണ്ട്. കോമ എന്നുള്ളതിന് റിസ്ക് 2 ആകെ 2 രൂപ 31 പൈസ എന്നതാണ് വരിക. ഇനി നമ്മൾ
1,10,10,000 രൂപ. ഇത്രയും കവറേജും നമുക്ക് ഇനി കസ്റ്റമർ ആവശ്യപ്പെടുന്നതനുസരിച്ച് ഏതൊക്കെ കവറേജിൽ വേണം എന്നുണ്ടെങ്കിൽ ആ കവറേജ് മാത്രം നോക്കിയിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ പ്രധാനപ്പെട്ട 3-4 കവറേജുകൾ മാത്രമാണ് ഈ ഒരു പോളിസിക്ക് വേണ്ടി കൊടുത്തുള്ളത്. എന്നിട്ട് താഴെയായിട്ട് ഇവിടെ സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. സേവ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ മെയിൻ പേജിലേക്ക് തന്നെ വരും. എന്നിട്ട് ഇവിടെ അടുത്ത ഓപ്ഷനാണ് നോമിനി ഡീറ്റെയിൽസ്. കസ്റ്റമറുടെ നോമിനി ആരാണോ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇവിടെ ഒരു പ്ലസ് നിലയിൽ ക്ലിക്ക് ചെയ്താൽ പുതിയൊരു പേജിലേക്ക് വരും. നമ്മളിപ്പോൾ തൽക്കാലം ഒരു ഡമ്മി രൂപത്തിലാണ് പോളിസി ചെയ്ത് കാണിക്കുന്നതുകൊണ്ട് ഫാദർ എന്നതാണ് നോമിനിയുടെ പേരായിട്ട് കൊടുത്തുള്ളത്. എന്നിട്ട് അടുത്തത് ആ നോമിനിയുമായിട്ടുള്ള റിലേഷനാണ്, നമ്മൾ ഫാദർ തന്നെയാണ് കൊടുത്തുള്ളത്. എന്നിട്ട് അത് നോമിനിയുടെ പേര് കൃത്യമായിട്ട് തെറ്റാതെ തന്നെ സ്പെല്ലിങ്ങൊക്കെ കറക്റ്റ് വരുത്തിയിട്ട് കൊടുത്തതിന് ശേഷം സേവ് എന്നത് കൊടുക്കുക. ഇതേ പോളിസി തന്നെ മറ്റു മെമ്പറിന് നമുക്ക് ചേർക്കാൻ സാധിക്കുന്നതാണ്. ഇനിയും മെമ്പർ ഉണ്ടെങ്കിൽ ഇനിയും ആഡ് ഫാമിലി മെമ്പർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് മെമ്പറിനെ ചേർക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു വ്യക്തിക്ക് മാത്രമാണ് 1 ഇയർ പോളിസി ചെയ്യുന്നത്. അപ്പോൾ അതിന് ക്ലിക്ക് ടു സീ പ്ലാൻസ് എന്നതിൽ ഇത്രയും കൊടുത്ത് ഓക്കെ ആയതിനു ശേഷം ക്ലിക്ക് ടു സീ പ്ലാൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കസ്റ്റമറുടെ ഇമെയിൽ ID ആണ് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ തൽക്കാലം ഒരു ഡമ്മി രൂപത്തിൽ ചെയ്യുന്നതുകൊണ്ട് ഡമ്മി ഇമെയിൽ ID ആണ് കൊടുക്കുന്നത് കേട്ടോ. ഇത് കൃത്യമായിട്ട് കൊടുക്കുക. പോളിസി ആയിക്കഴിഞ്ഞാൽ കസ്റ്റമർക്ക് മെയിലിലേക്ക് ലിങ്ക് വരും ചെയ്യും, ഫോണിലേക്കും മൊബൈലിലേക്കും ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് ലിങ്ക് വരുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്താൽ പോളിസി ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ പോളിസി ചെയ്യുന്ന സമയത്ത് ഇമെയിൽ ID മൊബൈൽ നമ്പറും കസ്റ്റമറോട് ചോദിച്ച് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഇവിടെ കൊടുക്കുക. എന്നിട്ട് ചെക്ക് പ്രീമിയം 1567 രൂപ എന്നത് ഇവിടെ സമ്പൂർണ്ണ സുരക്ഷാ പോളിസി എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. നമ്മൾ കാൽക്കുലേറ്റർ പ്രകാരം കൃത്യമാണോ നോക്കുക. നമ്മൾ കാൽക്കുലേറ്ററിലും 5,50,000 ഹോസ്പിറ്റലിൽ ക്യാഷ് ബെനിഫിറ്റ് കൊടുത്തിട്ടുണ്ട്. റിസ്ക് 2-ൽ 5,000, പിന്നെ മെഡിക്കൽ എക്സ്പെൻസും കൊടുത്തിട്ടുണ്ട് 55,000. 1,517 രൂപ. ഇപ്പോഴും 1,567. ഏതൊക്കെ എക്സ്ട്രാ കവറേജസിന് മാറ്റം വന്നത് നോക്കാം. വ്യൂ വർക്ക്ഷീറ്റിൽ പോയി നോക്കുക. ഇവിടെ ഒരു കസ്റ്റമറുടെ പേരും അഡ്രസ്സും കൂടെ വന്നിട്ടുണ്ട്. ഒരു തെലങ്കാന അഡ്രസ്സാണ് കേട്ടോ. ഇത് നമ്മൾ വെറുതെ ചെയ്ത് നോക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. ഓക്കെ, നമുക്ക് പോളിസിയിലേക്ക് നോക്കാം. ടേബിൾ 4 വന്നിട്ടുണ്ട്. ഇൻ പേഷ്യൻ്റ് ഹോസ്പിറ്റൽ കവറേജ് കൊടുത്തിട്ടുണ്ട്. ടേബിൾ 4 എക്സ്റ്റേണൽ കെയർ ഹോം ഉണ്ട് നമ്മൾ കൊടുത്തില്ലേ. എക്സ്റ്റേണൽ കെയർ ഹോം ഇത് കാലിക്കോട്ടിൽ കൊടുത്തിട്ടില്ലേ. എക്സ്റ്റേണൽ കെയർ ഹോം ടേബിൾ റിസ്ക് 2. റിസ്ക് ടേബിൾ 4-ൽ ആണ് ആക്സിഡൻ്റൽ ഹോം കെയർ വന്നത്. റിസ്ക് 2-ൽ സെലക്ട് ചെയ്തപ്പോൾ 1,567 വന്നിട്ടുണ്ട്. നമ്മുടെ പ്രീമിയം കറക്റ്റാണ്, 1,567. ഈ പോളിസിക്ക് GST ഒഴിവാക്കിയിട്ടുണ്ട് ഗവൺമെൻറ് അടുത്തിടെ, അതുകൊണ്ട് GST 0 ആണ്. അപ്പോൾ കാൽക്കുലേറ്റർ പ്രകാരം നമ്മുടെ പ്രീമിയം കറക്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് പോളിസിയിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇവിടെ എന്തൊക്കെ കവറേജസ് കൊടുത്തിട്ടുണ്ട്, അതിനുള്ള സം ഇൻഷ്യൂർഡ് എത്രയാണ് വന്നത്, അതിൻ്റെ നേരിലെ എമൗണ്ടുകൾ കൃത്യമാണോ എന്നതൊക്കെ ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇത് വർക്ക്ഷീറ്റ് ക്ലോസ് ചെയ്യുക. എന്നിട്ട് പ്രൊസീഡ് ഫോർ പോളിസി ജനറേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ പോളിസി എന്നാണോ ചെയ്യുന്നത് അന്നത്തെ ഡേറ്റാണ് ഇവിടെ നമുക്ക് കാണിക്കുക. എക്സ്പയറി ഡേറ്റും ഉണ്ടാവും. 1 ഇയർ ആയതുകൊണ്ടാണ് കറക്റ്റായിട്ട് 1 ഇയറിന് മുകളിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവിടെ ഫസ്റ്റ് ചെയ്യുന്ന സമയത്ത് പോളിസി ടേംസ് എന്നുള്ളിടത്തിൽ കൃത്യമായിട്ട് പീരീഡ് ഓഫ് ഇൻഷുറൻസ് ശ്രദ്ധിച്ച് കൊടുക്കുക. 1 ഇയറോ 5 ഇയറോ വരെ പരമാവധി കൊടുക്കാം. എന്നിട്ട് അടുത്തത് ഫാമിലി മെമ്പർ ഡീറ്റെയിൽസ് ആണ് ഇവിടെ ചോദിക്കുന്നത്. നമ്മളിപ്പോൾ ആകെ ഒരു വ്യക്തിനെ മാത്രമേ ഉണ്ട്, സെൽഫ് എന്ന് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ആരെ പേരാണ് ചെയ്യുന്നത് ആ വ്യക്തിയുടെ പേര് കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക. ഫസ്റ്റ് ഒരു മിസ്റ്റർ എന്നുള്ളത് കൊടുക്കുക. മിസ്റ്ററോ മിസ്സിസ് ആരാണെന്ന് നോക്കിയിട്ട് കൃത്യമായിട്ട് കൊടുക്കുക. സമ്പൂർണ്ണ സുരക്ഷാ പോളിസി ടെസ്റ്റിംഗ് എന്നാണ് ഞാൻ ഒരു ഡമ്മി രൂപത്തിൽ ഒരു കസ്റ്റമർ ID ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നിട്ട് നേരത്തെ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തതും മെയിൽ, അവരുടെ സം ഇൻഷ്യൂർഡ് 5,50,000, പിന്നെ എംപ്ലോയ്മെൻറ്റ് ഡീറ്റെയിൽസ് അതേഴ്സ് എന്നാണ് ഞാൻ കൊടുത്തില്ല. കസ്റ്റമറുടെ ജോലി എന്താണോ അത് നോക്കിയിട്ട് കൃത്യമായിട്ട് കൊടുക്കുക.
അടുത്തതാണ് പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി. നമ്മൾ പോർട്ടലിൽ ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട ഒരു സമ്പൂർണ്ണ സുരക്ഷാ പോളിസി ചെയ്യുമ്പോൾ വാങ്ങിക്കേണ്ട പ്രധാനപ്പെട്ട 2 രേഖകളാണ്. ഒന്ന് ആധാർ, ആ വ്യക്തിയുടെ KYC അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ആധാർ. പിന്നെ രണ്ടാമത് ആ വ്യക്തിയുടെ പാൻ കാർഡ്. ആ പാൻ കാർഡ് ഇവിടെ നമുക്കിവിടെ പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി അല്ല എന്നതിൽ ഇവിടെ പാൻ കാർഡ് എന്നൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ വ്യക്തി ആരാണോ അവരുടെ പാൻ കാർഡ് ഡീറ്റെയിൽസ് ഇവിടെ കൃത്യമായിട്ട് അടിച്ചു കൊടുക്കുക. ഞാനിതിപ്പോൾ ഒരു ഡമ്മി പാൻ കാർഡ് നമ്പറാണ്. ഇത് ഏതെങ്കിലും വ്യക്തികളുടെ ആയിട്ട് സാമ്യം ഉണ്ടെങ്കിൽ ഒരു തികച്ചൊരു യാദൃശ്ചികം മാത്രമാണ്. ഇവിടെ ഇപ്പോൾ 25, 24, 55 എന്നൊക്കെ കൊടുക്കുന്നുണ്ട്. ഡമ്മി പാൻ കാർഡ് നമ്പറാണ് കേട്ടോ. എന്നിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഒരു പോളിസി ചെയ്യുന്നില്ല, ഒരു എങ്ങനെ ചെയ്യാം എന്നത് മാത്രമായതുകൊണ്ടാണ് ഡമ്മി പാൻ കാർഡ് നമ്പർ കൊടുക്കുന്നത്. നിങ്ങൾ കസ്റ്റമർ ചെയ്യുമ്പോൾ വ്യക്തമായിട്ട് തന്നെ കൊടുക്കുക. എന്നിട്ട് സേവ് എന്നതിന് ക്ലിക്ക് ചെയ്യുക. അത് ഇത്രയും കൊടുത്തതിന് ശേഷം സെൽഫ് എന്നുള്ള ക്ലിക്ക് ചെയ്തു. സേവിന് കൊടുത്ത ശേഷം അടുത്ത സ്റ്റെപ്പ് 3 എന്നതിന് ക്ലിക്ക് ചെയ്യുക. സ്റ്റെപ്പ് 3 എന്നതിൽ ക്ലിക്ക് ചെയ്തതിന് നമുക്ക് വേറൊരു പേജിലേക്കാണ് വരിക. ഇവിടെ നമ്മളിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പോളിസിയുടെ പ്രീമിയവും പേരും കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. GST ഇല്ലാത്തതുകൊണ്ടാണ്. GST ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ ആ GST എമൗണ്ടും ഇവിടെ കൃത്യമായിട്ട് കാണിച്ചിരുന്നു. ഇനി ഇവിടെ കസ്റ്റമറുടെ ടൈപ്പ് ഇൻഡിവിജ്വലാണ്. കസ്റ്റമറുടെ പേര് ഞാൻ ഇപ്പോൾ തൽക്കാലം സമ്പൂർണ്ണ സുരക്ഷാ പോളിസി ടെസ്റ്റിംഗ് എന്നാണ് കൊടുത്തിട്ടുണ്ട്. ജെൻഡർ മെയിലും എസ്റ്റർ കൊടുത്തുകൊണ്ട് പിന്നെ അവരുടെ വർക്കിംഗ് ഇൻഡസ്ട്രി ഇവിടെ ഉണ്ട്. ഏത് മേഖലയിലാണോ വർക്ക് ചെയ്യുന്നത് നോക്കുക. അവർ ഒക്യുപ്പേഷൻ എന്നാണ് ചോദിക്കുന്നത്. ഒക്യുപ്പേഷൻ ഞാനിപ്പോൾ തൽക്കാലം ഇവിടെ അതേഴ്സ് എന്നാണ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്നത്. അവരുടെ ജോലി എന്താണോ അത് കൃത്യമായിട്ട് തന്നെ കൊടുക്കുക. ഇൻഡസ്ട്രി വർക്കിങ്ങിൽ കൃത്യമായിട്ട് കൊടുക്കുക. പിന്നെ അഡ്രസ്സും കൃത്യമായിട്ട് ആധാർ നോക്കിയിട്ട് തന്നെ കൊടുക്കുക. അവരുടെ സ്ഥലം, പിൻകോഡ് കൊടുത്ത് വേറെ എവിടെയും ജസ്റ്റ് കീബോർഡിൽ അല്ലെങ്കിൽ ടാബ് ബട്ടണോ അല്ലെങ്കിൽ വേറെ എവിടെയും ജസ്റ്റ് മൗസായിട്ട് ക്ലിക്ക് ചെയ്താലോ ഇവിടെ സ്റ്റേറ്റും ഡിസ്ട്രിക്റ്റും ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. സ്റ്റേറ്റും ഡിസ്ട്രിക്റ്റും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി അടുത്തത് പ്രധാനപ്പെട്ട കാര്യം ഈ കസ്റ്റമറുടെ ആധാർ നമ്പറാണ്. ആധാർ നമ്പർ ഇവിടെ കൃത്യമായിട്ട് തന്നെ അടിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ തൽക്കാലം ഒരു നമ്പറാണ് കൊടുക്കുന്നത്. ഒരു ഡമ്മി രൂപത്തിൽ ആയതുകൊണ്ടാണ് ഒരു നമ്പർ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത്രയും അടുത്ത് കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം നമുക്ക് വ്യൂ ആൻഡ് കൺഫേം പ്രപ്പോസൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു പോപ്പപ്പ് പോലെ വരും, കൺഫേം അല്ലേ എന്ന് വെച്ചിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ക്യാൻസൽ കൊടുത്തിട്ട് ഒന്നുകൂടി എഡിറ്റ് ചെയ്താൽ മതി. എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും ഇതേ ഓപ്ഷൻ തന്നെ വരും. അപ്പോൾ എന്നിട്ട് ഇവിടെ പ്രൊസീഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ കൊടുത്ത കസ്റ്റമറുടെ പേര്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്സ്, പിൻകോഡ്, ഇത്രയും കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ എന്ന് ചോദിക്കും. അപ്പോൾ യെസ്, സേവ് ആൻഡ് പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പോളിസി പ്രപ്പോസൽ ഇവിടെ സേവ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇവിടെ പ്രപ്പോസൽ നമ്പർ വരുന്നത്. പിന്നെ നമ്മുടെ കമ്പനീൻ്റെ ഒരു ഇമെയിൽ ID എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് മെയിൽ അയക്കാവുന്നതാണ്. പ്രീമിയം വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ടു കളക്ട് പ്രീമിയം എന്നാണ് പോളിസി ജനറേഷൻ എന്നുള്ളത്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ പിന്നെ നമ്മൾ സാധാരണ പോളിസി ജനറേറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് അടുത്ത പേജിലേക്കും വരുന്നത്. നമ്മളിപ്പോൾ ഒരു ഡമ്മി രൂപത്തിലായതുകൊണ്ടാണ് പോളിസി കളക്ട് ചെയ്ത് കാണിക്കുന്നത്. എല്ലാവർക്കും ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റിൽ നിങ്ങൾക്ക് ഇടാവുന്നതാണ്, മറുപടി നൽകുന്നതാണ്. താങ്ക് യു.